ബലിപെരുന്നാൾ ദിനത്തിലും പ്രചാരണത്തിൽ സജീവമായി LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. ഈദ്ഗാഹുകൾ കേന്ദ്രീകരിച്ചായിരുന്നു വോട്ട് തേടൽ. പിന്നീട് സുഹൃത്തുക്കളുടെ വീടുകൾ സന്ദർശിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബയുടെ വീട്ടിലായിരുന്നു ഭക്ഷണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിവിധയിടങ്ങളിൽ യോഗങ്ങളിൽ പങ്കെടുത്തു. രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തി ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംവാദത്തിന് കെൽപ്പില്ലാതെ വരുമ്പോഴാണ് വിവാദങ്ങളിൽ അഭയം തേടേണ്ടി വരിക. അതിൽ ചിലത് വിദ്വേഷം ജനിപ്പിക്കുന്നതും നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കുന്നതും വർഗീയമായ വിഷം കലർത്താൻ ഉതകുന്നതൊക്കെയായ പ്രചരണങ്ങളാണ് ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്നത്. അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും. അതിൽ ചില ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുവെന്നത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. ഞങ്ങളേതായാലും തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആ രീതിയിലേക്ക് പോവില്ല. എന്തൊക്കെ പ്രകോപനങ്ങളും അധിക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമായ വിവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നാലും ഗവൺമെന്റിന്റെ നേട്ടങ്ങളും നിലമ്പൂരിന്റെ ഭാവി വികസനവും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളും മുൻനിർത്തിയുള്ള പ്രചരണമായിരിക്കും ഞങ്ങൾ നടത്തുക. സൈഫ് സൈനുദ്ദീൻ നിലമ്പൂരിൽ നിന്ന്. സൈഫ, പെരുന്നാൾ ദിനത്തിലും പ്രചാരണ തിരക്കിലാണോ സ്ഥാനാർത്ഥി M. സ്വരാജും അതുപോലെ തന്നെ പ്രവർത്തകരും? രാവിലെ സ്വരാജിന്റെ കൂടെയുള്ള കുറേ ആൾക്കാരും തിരക്കിൽ തന്നെയായിരുന്നു. പാർട്ടി അണികൾ അത് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളിലേക്ക് ഇറങ്ങുമെന്നാണ് ദിവ്യ അറിയാൻ കഴിയുന്നത്. എന്തായാലും സ്വരാജ് രാവിലെ 7 മണി മുതൽ പ്രചരണ രംഗത്തുണ്ട്. ചന്തക്കുന്നിലെയും മറ്റു ചിലയിടങ്ങളിലെയും ഈദ്ഗാഹുകളിലെത്തി വോട്ട് തേടുകയായിരുന്നു സ്വരാജ്. പിന്നീട് പോത്തുകല്ലിൽ താൻ താമസിച്ചിരുന്ന, അവിടെ ജനിച്ചു വളർന്ന ആ സ്ഥലത്തെ വീടിൻ്റെ പരിസരത്തെ പരിചയക്കാരായ ആൾക്കാർ, കൂടെ കളിച്ചു വളർന്ന കൂട്ടുകാർ, അവരെല്ലാം വീടുകളിൽ കയറി വോട്ട് തേടുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് PK സൈനബയുടെ വീട്ടിലാണ് ഉച്ച ഭക്ഷണം. അതിനുശേഷം വൈകിട്ട് വീണ്ടും സ്വകാര്യ സന്ദർശനങ്ങളാണ്. സുഹൃത്തുക്കളെ കാണുക എന്നുള്ളതാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി. മറ്റ് പരസ്യമായ പ്രചരണ പരിപാടികൾ ഇന്ന് ഇല്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് തന്നെയാണ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ അദ്ദേഹം താമസിക്കുന്ന സ്വകാര്യ ഹോട്ടലിൽ വിവിധ നേതാക്കന്മാരെ കൂടിക്കാഴ്ച നടത്തി. പിന്നെ അദ്ദേഹം ചുങ്കത്തറയിലെത്തി അവിടെ ഒരു യോഗത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യോഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ എരുളായി പഞ്ചായത്തിലാണ് M. സ്വരാജിന്റെ പ്രചരണ പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റന്നാൾ അല്ലെങ്കിൽ 10-ാം തീയതിയോടുകൂടി പഞ്ചായത്തുകളുടെ സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാക്കും. പിന്നീട് 7 ദിവസമാണ് പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളത്. 10-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 7 ദിവസമാണ് പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളത്. വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള തിരക്കിലായിരിക്കും ആ സമയത്ത് സ്ഥാനാർത്ഥി ഉണ്ടാവുക. എന്തായാലും പെരുന്നാൾ ദിനത്തിലും പ്രചരണ രംഗത്ത് എല്ലാ മുന്നണികളുടെയും, 2 മുന്നണികളുടെയും പിന്നെ മറ്റ് ഇവിടുത്തെ സ്ഥാനാർത്ഥികളെല്ലാം ഈ ദിവസവും തിരക്കിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ദിവ്യ, എന്തായാലും പരമാവധി ആളുകളെ നേരിൽ കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. വിവരങ്ങളാണ് സൈഫ് സൈനുദ്ദീൻ നൽകിയത്.